action variables and angle variables. Here, to know the frequencies of motion in periodic systems, we are extend the Hamilton-Jacobi method. Okay, to know the frequencies. So, procedure എന്താണെന്ന് വെച്ചാൽ define constants jk. First of all, define constants jk, and these constants are called action variables. Okay, so jk form an n independent functions of new momenta alpha k, and alpha k occur in the solution of Hamilton-Jacobi equation. So consider conservative periodic system like ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ പോലെയൊക്കെ ഒരു കൺസർവേറ്റീവ് പീരിയോഡിക് സിസ്റ്റം വിത്ത് 1 degrees of freedom. So for that system, Hamiltonian is a constant, that is h is a function of q and p, which is a constant. It is defined by alpha 1. Put it as equation number 1. And if we solve for momentum p, but p in terms of h, p നമുക്ക് എന്തിൻ്റെയൊക്കെ ടൈമിൽ കിട്ടും, എച്ചിൻ്റെയും ക്യൂവിൻ്റെയും ടൈമിലാണ് കിട്ടുക. അവിടെ എച്ച് എന്ന് പറഞ്ഞാൽ ആൽഫ 1 ആയതുകൊണ്ട് p in terms of q and alpha 1 you will get. So this is the equation of orbit traced out by the representative point in the phase space or qp coordinate ആയിട്ടുള്ള സ്പേസിനെയാണ് നമ്മൾ phase space എന്ന് പറയുക. Provided എന്താണ് കണ്ടീഷൻ, Hamiltonian has constant value alpha 1. So for example, consider one dimensional harmonic oscillator where we already found out what is momentum. P is equal to root of 2m alpha minus m square omega square q square, where alpha 1 equal to total energy E. So solving p square equal to 2m alpha minus m square omega square q square, രണ്ട് സൈഡിലും 2m alpha വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, p square by 2m alpha plus q square divided by m omega square by 2 alpha equal to 1 കിട്ടും. So this represent in phase plane ഒരു എലിപ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഇക്വേഷൻ അല്ലേ. സോ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതായത് ക്യൂം ബീയും കോർഡിനേറ്റ് ആയിട്ട് നമുക്കൊരു എലിപ്സിൻ്റെ ഇക്വേഷനാണ് കിട്ടുക. സോ നൗ ഡിഫൈൻ ദ ന്യൂ വാരിയബിൾ ജെ. ജെ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ പി ഡി ക്യു. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റഗ്രലാണ്. സോ ഇൻ്റഗ്രേഷൻ ഓവർ എ കംപ്ലീറ്റ് പീരീഡ്, അതാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എടുത്തിരിക്കുന്നത്. ആൻഡ് ജെ ഈസ് ദ ഫേസ് ഇൻ്റഗ്രൽ ഓർ ആക്ഷൻ വേരിയബിൾ. ജെനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ പി ഡി ക്യു എന്ന് വെച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബ്രിവേറ്റഡ് ആക്ഷന് സിമിലർ ആണ് ഈ ഒരു ഇക്വേഷൻ, അതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വിളിക്കുന്നത്. സോ ജെ ഹാസ് ഡയമെൻഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ജെയുടെ ഡയമെൻഷൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷനാണ്. ഓക്കെ, സോ ഇക്വേഷൻ 2 നമുക്ക് എങ്ങനെ എഴുതാം, ജെ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ പി ഓഫ് ക്യൂ കോമ ആൽഫ ഡി ക്യു എന്ന് എഴുതാം. ദാറ്റ് ഈസ് ജെ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആൽഫ 1 ഓൺലി. കാരണം എന്താണ്, ഈ ക്യൂ എന്നുള്ളത് ഇൻറ്റഗ്രേറ്റഡ് ഔട്ടായിട്ട് പോകും, അപ്പോൾ ആൽഫ 1 ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ജെ ഈക്വൽ ടു ജെ ഓഫ് ആൽഫ 1. സോ ആൽഫ 1 നമ്മൾ എച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഹാമിൽട്ടോണിയൻ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, അപ്പോൾ ജെ ഓഫ് എച്ച് എന്ന് എഴുതാം. അതേപോലെ തന്നെ വൈസ് വേഴ്സ, ദാറ്റ് ഈസ് ആൽഫ 1 ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ജെ എന്ന് എഴുതാൻ പറ്റും. സോ ഹാമിൽട്ടൺസ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡബ്ല്യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഹെൻസ് Hamilton's characteristic function W can be written as W is a function of Q and J. That is Jക്ക് പകരം നമുക്കിവിടെ P എന്ന് എഴുതാം. That is W is a function of Q comma alpha. That is W is a function of Q comma P എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സ്മോൾ p. സോ ഇപ്പോൾ കറസ്പോണ്ടിങ് നമ്മൾ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗുലർ മൊമെൻ്റ് എഴുതുന്ന പോലെ തന്നെ ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺജുഗേറ്റ് കോർഡിനേറ്റിനെയാണ് ആംഗിൾ വേരിയബിൾ എന്ന് പറയുക. അതിനൊരു ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ടെക്സ്റ്റിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക. ഡബ്ല്യു ആണ് എഴുതിയിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ ക്യാപിറ്റൽ ഡബ്ല്യു ആണ് ഇവിടെ. ദാറ്റ് ഈസ് ദ ഹാമിൽട്ടൺസ് ഫംഗ്ഷൻ. ഓക്കെ, ഡബ്ല്യു ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡബ്ല്യു ആണ്. ഇത് ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനാണ്. And small p equal to dou w by dou q, put it as equation number 4. Hence the equation of motion of this small w is w dot അല്ലേ. ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ചിട്ടുള്ള ചേഞ്ച് അല്ല, അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ജെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഓഫ് ജെ. ഓക്കെ, വി ഓഫ് ജെ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതിന്.
സോ വിനെ നമ്മൾ എന്ത് പറയാം, കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ ഓഫ് ജെ എന്ന് പറയാം. ഇവിടെ വി അല്ലെങ്കിൽ ന്യൂ എന്ന് പറയാം, കാരണം നമ്മൾ ഈ വിനെ നമ്മൾ എന്താണ് ഫ്രീക്വൻസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വി പോലെയാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ടും എഴുതാം. ഓക്കെ, വി ഓഫ് ജെ. ദെൻ ഇതിന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു നമുക്കൊന്ന് എഴുതാമല്ലോ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു ഈക്വൽ ടു വി ടി പ്ലസ് ബീറ്റ, അത് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷനെയാണ് ബീറ്റ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൊടുക്കുക. ദെൻ നമുക്ക് എന്ത് പറയാം, ആംഗിൾ വേരിയബിൾ, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ആംഗിൾ വേരിയബിൾ അല്ലേ, ഇവിടെ സ്മോൾ ഡബ്ല്യു ഇറ്റ്സ് എ ലീനിയർ കോമ്പിനേഷൻ ഓർ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ടൈം എന്ന് എഴുതാം. നൗ വി ആർ ഐഡൻറ്റിഫൈങ് വി ആസ് ഫ്രീക്വൻസി. സോ സ്മോൾ ഡബ്ല്യു ഹാസ് ഡയമെൻഷൻ ഓഫ് ആംഗിൾ. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ആംഗിൾ വേരിയബിൾ എന്ന് പറയുന്നത്. നൗ ലെറ്റ് us കൺസിഡർ ചേഞ്ച് ഇൻ ഡബ്ല്യു നോക്കുക. അപ്പോൾ ചേഞ്ച് ഇൻ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡബ്ല്യു വെച്ച് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ഡബ്ല്യു ആസ് ക്യൂ കംപ്ലീറ്റ് എ സൈക്കിൾ. ക്യൂ ഓർ ദി കോർഡിനേറ്റ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഒരു കംപ്ലീറ്റ് സൈക്കിള് പൂർത്തിയാക്കുമ്പോഴാണ് എന്തിനും ചേഞ്ച് വരുള്ളൂ, ഡബ്ല്യുക്ക് ചേഞ്ച് വരുന്നുള്ളൂ, ആംഗിൾ വേരിയബിളിന് ചേഞ്ച് വരുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ദാറ്റ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ ഇൻറ്റു ഡി ക്യൂ. സോ ഇത് ഇക്വേഷൻ നമ്പർ 4 എന്താണ്, അതിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോ ഡബ്ല്യു ബൈ ഡോ ജെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ക്യൂ ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ ജെ, സ്മോൾ ഡബ്ല്യുവിനെ എഴുതി, ഇൻറ്റു ഡി ക്യൂ. സോ ജസ്റ്റ് അതിന് എന്ത് ചെയ്തു, ഡോ ഡബ്ല്യു ബൈ ഡോ ക്യൂ എന്ന് പറഞ്ഞാൽ സ്മോൾ പി ആണ്. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു d by dj of closed integral p dq. This p dq, closed integral p dq is j. So we can write dj by dj equal to 1. That is change in w. That is w changes by 1 when q goes through a period. ആ പീരിയഡിനെ if t is the period of complete cycle of q, capital T ആയിട്ട് എടുത്താൽ ഇക്വേഷൻ നമ്പർ 6 നമുക്ക് എങ്ങനെ എഴുതാം, w equal to vt plus bt ആണ്. that is ഡെൽറ്റ w എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v ഇൻറ്റു ഡെൽറ്റ ടി. ദെൻ ബീറ്റ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഡെൽറ്റ ബീറ്റ ഉണ്ടാവില്ല. സോ ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു വി ടി എന്ന് എഴുതാം, കാരണം ഇവിടെ ഡെൽറ്റ ടിക്ക് പകരം നമുക്ക് കംപ്ലീറ്റ് പീരീഡ് അല്ലേ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വി ടി ഈക്വൽ ടു 1, കാരണം 8ഉം 7 നോക്കുക അല്ലേ, രണ്ടും LHS ഈക്വൽ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് വി ടി ഈക്വൽ ടു 1. സോ വി ഈസ് ഈക്വൽ ടു 1/t. അപ്പം ഏതിൻ്റെ ഡയമെൻഷനാണ്, ഇതിന് ഫ്രീക്വൻസിയുടെ ഡയമെൻഷനാണ് വന്നത് വിക്ക്. അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പോലെ തന്നെ ഇറ്റ് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി. അതായത് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടുകയാണ്, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് ദ ആപ്ലിക്കേഷൻ ഓഫ് ആക്ഷൻ ആംഗിൾ വേരിയബിൾ പ്രൊവൈഡ്സ് ആൻ എലിഗൻറ്റ് പ്രൊസീജിയർ ടു ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി ഓഫ് പീരിയോഡിക് മോഷൻ വിത്തൗട്ട് ഗോയിങ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്സ് സൊല്യൂഷൻ. നൗ പ്രോബ്ലം ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ യൂസിങ് ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് ഓർ റിഡക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഓഫ് മോഷൻ. അപ്പോൾ ആക്ഷൻ ആംഗിൾ വേരിയബിൾ നമ്മൾ എന്തിന് അപ്ലൈ ചെയ്യണം, ഒരു ഫ്രീക്വൻസി ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇവിടെ കോൺസ്റ്റൻറ്റ് ആക്ഷൻ വേരിയബിൾ ജെ ആണ്, അതിനെങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ പി ഡി ക്യൂ ആണ്. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ പിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റൂട്ട് ഓഫ് 2m ആൽഫ മൈനസ് m സ്ക്വയർ ഒമേഗ സ്ക്വയർ ക്യൂ സ്ക്വയർ ഡി ക്യൂ. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. വേർ ആൽഫ ഈക്വൽ ടു എച്ച് ഈക്വൽ ടു ഇ വിച്ച് ഈസ് ദ ടോട്ടൽ എനർജി, കാരണം നമ്മൾ കൺസർവേറ്റീവ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്. അതിന് ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് k ബൈ m ആണ്. നമ്മൾ ഓൾറെഡി സൊല്യൂഷൻ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ അല്ലേ ക്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായത് എന്താണ്, ക്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ആൽഫ ബൈ എം ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ബീറ്റ ആണ്. ഇവിടെ വി ആർ ടേക്കിംഗ് തീറ്റ ആസ് ദ ആംഗിൾ. സോ ജെ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് 2m ആൽഫ, കാരണം വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റഗ്രൽ പി ഡി ക്യൂ ആണ്, അപ്പോൾ പിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യൂ നമുക്കറിയാം, ക്യൂവിൻ്റെ വാല്യൂ കൊടുക്കുക, ഇൻറ്റു ഡി ക്യൂ കൂടെ വരും. ഓക്കെ, so we will get on solving root of 2m alpha into 2 alpha by m omega square closed integral root of 1 minus sin square theta cos theta d theta. that is ഇവിടെ റൂട്ടിനകത്ത് കോസ് സ്ക്വയർ തീറ്റ വരും. അപ്പോൾ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കോസ് സ്ക്വയർ തീറ്റ, ദെൻ പുറത്തൊരു 2 ഉണ്ടായിരിക്കും. അപ്പോൾ 2 കോസ് സ്ക്വയർ തീറ്റനെ നമുക്ക് 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് എഴുതാം. സോ നമ്മളതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 2π വരും, സെക്കൻഡ് ടേം 0 ആയിപ്പോയി. സോ ജെ ഈസ് ഈക്വൽ ടു 2π ആൽഫ ബൈ ഒമേഗ. അപ്പോൾ ആൽഫയ്ക്ക് നമ്മൾക്ക് ഇ എന്ന് എഴുതാമല്ലോ, അപ്പോൾ ദാറ്റ് ഈസ് 2π ഇ ബൈ ഒമേഗ, ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു ഒമേഗ ജെ ബൈ 2π എന്ന് എഴുതാം. വെൻ ആൽഫ ഈക്വൽ ടു എച്ച് ഈക്വൽ ടു ഇ ആവുന്ന സമയത്ത് ദെൻ ആൽഫ
ഈക്വൽ ടു എച്ച് ഈക്വൽ ടു ഇയുടെ പകരം ഒമേഗ ജെ ബൈ 2π എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം ഫ്രീക്വൻസി വി എങ്ങനെ ഡിഫൈൻ ചെയ്തത്, വി ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ജെ ആണ്. അപ്പോൾ ഇവിടെ എച്ചിൻ്റെ പ്ലേസിൽ ആരാണ് കിടക്കുന്നത്, ഒമേഗ ജെ ബൈ 2π അല്ലേ. അപ്പോൾ ഡോ ബൈ ഡോ ജെ ഓഫ് ഒമേഗ ജെ ബൈ 2π ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π, ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു 1 ബൈ 2π ഒമേഗയുടെ വാല്യൂ √k/m. ഇതാണ് ഫ്രീക്വൻസി ഫെമിലിയർ ആണ്, ഫ്രീക്വൻസി സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഓൾസോ ദെൻ ദിസ് ആക്ഷൻ ആംഗിൾ ഉണ്ടല്ലോ, സ്മോൾ w ഈക്വൽ ടു വി ടി പ്ലസ് ബീറ്റ ആണ്. അപ്പോൾ ഇവിടെ വി നമ്മൾ കണ്ടുപിടിച്ച് ഒമേഗ ബൈ 2π ആണ് ഇൻറ്റു ടി പ്ലസ് ബീറ്റ. ദെൻ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഈ ബീറ്റയുടെ ഒപ്പം ഒരു 2π എന്ന് പറയുന്നൊരു ടേം കൂടെ വരും, ഒരു ഹോൾ ഡിവൈഡ് ബൈ 2π വരും. ആ ഹോൾ ഡിവൈഡ് ബൈ 2π ഞാൻ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2πw എന്ന് വരും. ആ 2π ബീറ്റനെ ഞാൻ ബീറ്റ പ്രൈം എന്ന് ജസ്റ്റ് ഡിനോട്ട് ചെയ്യാണ്. സോ ഒമേഗ ടി പ്ലസ് ബീറ്റ പ്രൈം എന്ന് വരും. അപ്പോൾ ഇഫ് ബീറ്റ പ്രൈം ഈസ് ഡിഫൈൻഡ് ടു ബി ബീറ്റ, നമ്മുടെ പഴയ ഇക്വേഷനിൽ ക്യൂവിൻ്റെ ഇക്വേഷൻ എന്ത് വരും, റൂട്ട് ഓഫ് ഇവിടെ 2α ബൈ എം ഒമേഗ സ്ക്വയർ ആണ്. അപ്പം 2α ബൈ എം ഒമേഗയ്ക്ക് നമ്മൾ ജെ ബൈ പൈ എന്നും 2α ഒമേഗ ജെ ബൈ പൈ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ബൈ പൈ എം ഒമേഗ സൈൻ 2πw എന്ന് കിട്ടും. കാരണം ഒമേഗ ടി പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 2πw ആണ്. അതേപോലെ ഇവിടെ കോസ് 2πw ഇൻ്റെ റൂട്ട് ഓഫ് എം ജെ ഡബ്ല്യു ബൈ പൈ എന്ന് കിട്ടും. അതായത് ക്യൂവും പിയും ഇൻ ടേംസ് ഓഫ് ആക്ഷൻ വേരിയബിൾസിൻ്റെ ടേമിലാണ് നമ്മൾ എഴുതിയത്. അതായത് ദിസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ റിലേറ്റ് ദ കാനോണിക്കൽ വാരിയബിൾസ് ക്യൂ ആൻഡ് പി വിത്ത് ദ ന്യൂ കാനോണിക്കൽ വാരിയബിൾസ് ജെ ആൻഡ് ഡബ്ല്യു.